ആചാരങ്ങളെക്കാൾ അധികമായി ദൈവസ്നേഹത്തിന് വില കൊടുക്കുന്ന ഏവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. ഫരിസേയരുടെയും നിയമജ്ഞരുടെയും സാന്നിധ്യത്തിൽ അവരാൽ തന്നെ നിർമ്മിതമാക്കപ്പെട്ട അനേകം ആചാരങ്ങളെ കർത്താവായ യേശുനാഥൻ നിഷിദ്ധമായി വിമർശിക്കുന്നു, തിരുത്തുന്നു. 2 ഭാഗങ്ങളായി ഈ ധ്യാനത്തെ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, ആചാര ദുർഭൂതം. ആചാരങ്ങൾ പ്രയാസങ്ങളിൽ നിന്ന് സാധാരണത്വത്തിലേക്കും തിന്മയിൽ നിന്ന് നന്മയിലേക്കും സന്താപത്തിൽ നിന്നും സന്തോഷത്തിലേക്കും ഒരുവനെ നയിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ ആചാരങ്ങൾ അവനിലെ ദൈവ സ്വാതന്ത്ര്യത്തെ ഞെരുക്കുമ്പോൾ നമ്മുടെ ആചാരങ്ങൾ തന്നെ അനാചാരങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്. അതാണ് കർത്താവ് സുവിശേഷത്തിൽ യഹൂദ ആചാരങ്ങളെ നിഷിദ്ധമായി വിമർശിക്കുന്നത്. കർത്താവ് അവരുടെ ആചാരങ്ങളെ വിമർശിക്കുമ്പോൾ തന്നെ അതിൽ തിരുത്തലും മാനസാന്തരത്തിൻ്റെ ക്ഷണവും പ്രദാനം ചെയ്യുന്നുണ്ട്. 3 കാര്യങ്ങൾ ഇവിടെ കർത്താവ് പ്രത്യേകമായി വിവക്ഷിക്കുന്നുണ്ട്. ഒന്നാമതായി, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അധികരിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഈ ജനം അധരങ്ങളാൽ എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. രണ്ടാമതായി, മാനുഷിക പ്രമാണങ്ങളെ വ്യർത്ഥമായി പഠിപ്പിച്ചുകൊണ്ട് അവർ എന്നെ വ്യർത്ഥമായി ആരാധിക്കുന്നു. 3, നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യ പാരമ്പര്യം മുറുകെ പിടിക്കുന്നു. ഇതാണ് 3 ആചാര ദുർബോധങ്ങൾ. അതിൻ്റെ ഭവിഷ്യത്തായി കർത്താവ് പറയുന്നത്, അങ്ങനെ നിങ്ങൾ കൈമാറിയ പാരമ്പര്യത്തിലൂടെ ദൈവവചനത്തെ നിങ്ങൾ അസാധുവാക്കുന്നു എന്ന്. കർത്താവ് എന്നോട് പറയുന്നത്, നിയമജ്ഞരും ഫരിസേയരും അവരുടെ മതത്തെ ഭാരപ്പെടുത്തിയ 100 കണക്കിന് ആചാര നിയന്ത്രണങ്ങളെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടതില്ല. സന്തോഷത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി എൻ്റെ ഹൃദയത്തെ സ്വതന്ത്രമാക്കുവാൻ കർത്താവ് ശ്രമിക്കുകയാണ് ഇവിടെ. 2-ാം തലം, ആചാരവും പ്രാർത്ഥനയും. ക്രിസ്തു ആചാരത്തെ പ്രാർത്ഥനയായി കാണുകയാണ്. അത് ദൈവവുമായുള്ള ബന്ധമാണ്, സംസാരമാണ്. 3 തലങ്ങളാണ് ക്രിസ്തുനാഥൻ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത്. ഒന്നാമതായി, പ്രാർത്ഥന ദൈവത്തിന് നൽകിയിരിക്കുന്ന സമയമാണ്. അതിൽ മാനുഷിക ആചാരങ്ങളല്ല, ദൈവിക സ്നേഹമാണ് ഉണ്ടാകേണ്ടത് എന്ന് കർത്താവ് തിരുത്തുന്നു. 2, അങ്ങനെ നാം ജീവിക്കുന്ന രീതിയിലും പ്രാർത്ഥിക്കുന്ന രീതിയിലും ദൈവത്തെ ബഹുമാനിക്കുന്നു. 3, പ്രാർത്ഥന ഫലവത്താണോ എന്ന് നമ്മുടെ ജീവിത രീതിയിലൂടെ നാം ധ്യാനിക്കേണ്ടതുണ്ട്, നമ്മോട് തന്നെ നാം ചോദിക്കേണ്ടതുണ്ട്. കർത്താവ് നമ്മോട് സുവിശേഷത്തിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ നിയമത്തെയും കൽപ്പനയും ആചാരങ്ങളെയും വളച്ചൊടിച്ച് മാനുഷിക സ്വാർത്ഥതയ്ക്ക് വേണ്ടി അതിനെ വക്രതയോടെ നിങ്ങൾ രൂപാന്തരപ്പെടുത്തുന്നു എന്നാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവം ദൈവ കൽപ്പന അവഗണിക്കുന്നു. എന്നാൽ ഒരുവൻ തൻ്റെ പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾ എന്നിൽ നിന്നും ലഭിക്കേണ്ടത് കുർബാൻ, അതായത് വഴിപാട് ആണ് എന്ന് പറഞ്ഞാൽ മതി എന്ന് നിങ്ങൾ പറയുന്നു. പ്രിയമുള്ളവരെ, നിയമത്തെയും കൽപ്പനയെയും വചനത്തെയും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നാം ജീവിക്കുന്നതാണ് പ്രാർത്ഥന. അതാണ് നിയമവും പ്രവാചകന്മാരും. കർത്താവ് പറഞ്ഞത് ഇപ്രകാരമാണ്, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുവിൻ എന്ന്. യേശുനാഥൻ പറയാതെ പറഞ്ഞത്, നിങ്ങൾക്കു ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നത് തന്നെയാണ് ദൈവത്തിൻ്റെ ആഗ്രഹവും എന്നാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ആചാരങ്ങളും പ്രാർത്ഥനകളും ആത്മീയതയുമൊക്കെ
ദൈവ ആഗ്രഹങ്ങളാക്കി മാറ്റുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കഥ മാറും, ഗതി മാറും, വിധിമായും യേശുവിൽ ഗമനത്തിൻ വഴിമാറും ഉലകത്തിൻ നാഥനിൽ. കഥ മാറും, ഗതി മാറും, വിധിമായും യേശുവിൽ ഗമനത്തിൻ വഴിമാറും ഉലകത്തിൻ നാഥനിൽ. യേശുവേ പാപം എന്നിൽ നിന്നും കൃപയാൽ നീ മായിച്ചു. സ്നേഹം, നിന്റെ സ്നേഹം എന്നിൽ നീ കാണിച്ചു. പാപം എന്നിൽ നിന്നും കൃപയാൽ നീ മായിച്ചു. സ്നേഹം, നിന്റെ സ്നേഹം എന്നിൽ നീ കാണിച്ചു. ജന്മം, എന്റെ ജനനം നിന്ദാനം മാത്രമേ. ഒരു നാടും പിരിയാനായി കഴിയല്ലേ നാഥനേ. യേശുവേ 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 യേശുവേ. അകലെ എന്നു കരുതേ അരികിലായി കണ്ടു നിന്നെ. മറുവിൽ ഈ ചൂടിൽ തണലായി കൂടെ നിന്നു. അകലെ എന്നു കരുതേ അരികിലായി കണ്ടു നിന്നെ. മറുവിൽ ചൂടിൽ തണലായി കൂടെ നിന്നു. ക്രൂശിൽ ആ വ്യഥയെ കണ്ടു നീ മുഖം. ഈ ബന്ധം മാറുകില്ല അന്ത്യത്തോളം നിന്നിൽ ഞാൻ.
ഗതിമാറും വിധിമായും യേശുവേ. ഗമനത്തിൻ വഴിമാറും ഉലകത്തിൻ നാഥനിൽ. കഥ മാറും ഗതിമാറും വിധിമായും യേശുവേ. ഗമനത്തിൻ വഴിമാറും ഉലകത്തിൻ